അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ലെവലോസ് എന്നും അറിയപ്പെടുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്. ഫ്രൂട്ട് ഷുഗർ എന്നും ഫ്രക്ടോസിനെ വിളിക്കുന്നു. ഗ്ലൂക്കോസിനേക്കാൾ മധുരമുള്ള പഞ്ചസാരയാണ് ഫ്രക്ടോസ്. തേനിലും പഴുത്ത ഫലങ്ങളിലും ഫ്രക്ടോസ് കാണപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് സി ആണ് ശരിയായിട്ടുള്ളത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നോക്കാം. ഒന്ന്, ലെവലോസ് എന്നും അറിയപ്പെടുന്ന പഞ്ചസാരയാണ് എന്ത്? ഫ്രക്ടോസ്. ഫ്രൂട്ട് ഷുഗർ എന്നും ഫ്രക്ടോസിനെ അറിയപ്പെടുന്നു. ഗ്ലൂക്കോസിനേക്കാൾ മധുരമുള്ള പഞ്ചസാരയാണ് ഫ്രക്ടോസ്. തേനിലും പഴുത്ത ഫലങ്ങളിലും ഫ്രക്ടോസ് കാണപ്പെടുന്നു. പ്രോട്ടീൻ സ്പെയറിംഗ് എന്നറിയപ്പെടുന്ന പ്രവർത്തനം ഏതാണ്? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അന്നജത്തിന് പകരം ശരീരം പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്. അപ്പം അന്നജത്തിന് പകരം ശരീരം പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരുന്ന കുട്ടികൾക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കും അത്യാവശ്യമായ അമിനോ ആസിഡ് ഏതാണ്? ആർഗിനൈൻ ആണ്. ആർഗിനൈൻ. അപ്പോൾ എന്താണ്? വളരുന്ന കുട്ടികൾക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കും അത്യാവശ്യമായ അമിനോ ആസിഡ് ഏതാണ്? ആർഗിനൈൻ ആണ്. ഇതാണ് ആർഗിനൈൻ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇതിനകത്ത് പ്രസ്താവന രണ്ടും ശരിയാണ്. ഒന്ന് നോക്കാം. എ, അണുബാധയിൽ നിന്നും പ്രതിരോധിക്കുന്നതിനാൽ വിറ്റാമിൻ എ അണുബാധ പ്രതിരോധ വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. വിറ്റാമിൻ എയുടെ അഭാവം കുട്ടികളിൽ വയറിളക്കം, ശ്വാസകോശം, അണുബാധ എന്നിവയ്ക്ക് കാരണമാകുന്നു. സംസ്ഥാനത്തെ കിടപ്പ് രോഗികളായ എല്ലാവർക്കും കൃത്യമായ പരിചരണം എത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? കേരള കെയർ ആണ്. ഏതാണ്? കേരള കെയർ. അപ്പോൾ സംസ്ഥാനത്തെ കിടപ്പ് രോഗികളായ എല്ലാവർക്കും കൃത്യമായ പരിചരണം എത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? കേരള കെയർ ആണ്. ഏതാണ്? കേരള കെയർ ആണ്. കേരളത്തിൽ സുവോളജിക്കൽ ഗാർഡനുകൾ ഉള്ളത് എവിടെയാണ്? തിരുവനന്തപുരം, തൃശ്ശൂരാണ്. അപ്പോൾ കേരളത്തിൽ സുവോളജിക്കൽ ഗാർഡനുകൾ ഉള്ളത് എവിടെയെല്ലാമാണ്? തിരുവനന്തപുരം, തൃശ്ശൂരാണ്. തിരുവനന്തപുരം, തൃശ്ശൂരാണ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രധാന ഉപയോഗം എന്താണ് എന്ന് നോക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ രുചിവർദ്ധന വസ്തു. അപ്പം ഈ 7 ഒന്നും കൂടെ നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ലെവലൂസ് എന്നും അറിയപ്പെടുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്. ഫ്രൂട്ട് ഷുഗർ എന്നും ഫ്രക്ടോസിനെ വിളിക്കുന്നു. ഗ്ലൂക്കോസിനേക്കാൾ മധുരമുള്ള പഞ്ചസാരയാണ് ഫ്രക്ടോസ്. തേനിലും പഴുത്ത ഫലങ്ങളിലും ഫ്രക്ടോസ് കാണപ്പെടുന്നു. പ്രോട്ടീൻ സ്പെയറിംഗ് എന്നറിയപ്പെടുന്ന പ്രവർത്തനം ഏതാണ്? അന്നജത്തിന് പകരം ശരീരം പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്. വളരുന്ന കുട്ടികൾക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കും അത്യാവശ്യമായ അമിനോ ആസിഡാണ് ഇത്? ആർഗിനൈൻ. ഏതാണ്? ആർഗിനൈൻ. അപ്പോൾ ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? 2 പ്രസ്താവന ശരിയാണ്. അണുബാധയിൽ നിന്നും പ്രതിരോധിക്കുന്നതിനാൽ വിറ്റാമിൻ എ അണുബാധ പ്രതിരോധ വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. വിറ്റാമിൻ എയുടെ അഭാവം കുട്ടികളിൽ വയറിളക്കം, ശ്വാസകോശം, അണുബാധ എന്നിവയ്ക്ക് കാരണമാകുന്നു. സംസ്ഥാനത്തെ കിടപ്പ് രോഗികളായ എല്ലാവർക്കും കൃത്യമായ പരിചരണം എത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? കേരള കെയർ ആണ്. ഇതാണ് കേരള കെയർ. കേരളത്തിൽ സുവോളജിക്കൽ ഗാർഡനുകളുള്ളത് എവിടെയെല്ലാമാണ്? തിരുവനന്തപുരം, തൃശ്ശൂരും. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രധാന ഉപയോഗം എന്താ? ഭക്ഷ്യവസ്തുക്കളുടെ രുചിവർദ്ധന വസ്തു. അടുത്ത നോക്കാം. ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നതെന്ത്? മെഥനോൾ ആണ്. എന്തുവാ? മെഥനോൾ. അപ്പോൾ ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്ന എന്താണ്? ഏതാണ്? മെഥനോൾ ആണ്. ഏതാണ്? മെഥനോൾ. വിവിധ എസ്റ്ററുകളും അവ നൽകുന്ന സുഗന്ധവും ചുവടെ നൽകുന്നു. അപ്പോൾ നോക്കാം. ഐസോ അമൈൽ അസറ്റേറ്റ് നേത്രപ്പഴം, ബെൻസൈൽ എഥനോയേറ്റ് മുല്ലപ്പൂവ്, ഒക്ടൈൽ എഥനോയേറ്റ് ഓറഞ്ച്, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് പൈനാപ്പിൾ. അപ്പോൾ ഈ പ്രസ്താവന എല്ലാം ശരിയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഐസോ അമൈൽ അസറ്റേറ്റ് നേത്രപ്പഴമാണ്. ബെൻസൈൽ എഥനോയേറ്റ് മുല്ലപ്പൂവ്, ഒക്ടൈൽ എഥനോയേറ്റ് ഓറഞ്ച്, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് പൈനാപ്പിൾ. പ്രസ്താവന എല്ലാം ശരിയാണ്.